ആയിഷ എന്തെങ്കിലും എടുത്തു കൊടുക്ക ആയിഷ, നിന്റെ വാപ്പയ്ക്ക് ആയിഷ. മുത്തുനബി എവിടെന്ന് വിളിച്ചു പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കയറി തിരയുകയാണ്. എന്തിനറിയോ? തന്റെ പ്രിയപ്പെട്ട വാപ്പായ്ക്ക് അവിടത്ത് മറക്കാൻ ഒരു വസ്ത്രമാ. വീട് മുഴുവനും തിരഞ്ഞു നോക്കി, വീട് മുഴുവനും തിരഞ്ഞു നോക്കി. അവസാനം അല്ലാഹുവേ പറഞ്ഞ ഒരു പഴയെങ്കിൽ പോലെ എന്തോ കിട്ടി. പടച്ചവനെ എടുത്തവിടെന്ന് കൊടുക്കുകയാണ്. അല്ലാഹുവേ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കൊണ്ടു കൊടുക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ആ കീറി പറഞ്ഞ പടയെങ്കിലും ധരിച്ചുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് വരികയാ. ആ രംഗം കണ്ടിട്ട് മലക്കുകൾ പോലെ കരഞ്ഞുപോയി. ആ ഒരു രംഗം കണ്ടിട്ട് മലക്കുകൾ കരഞ്ഞുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞുപോയി. മണൽത്തരികൾ പോലും കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് മഹാനായ അബൂബക്കർ തങ്ങളെ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ അബൂബക്കറെ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്റെ ഒരു ജമാഅത്ത് പോയല്ലോ നബിയേ, എന്റെ ഒരു വഖത്ത് നിസ്കാരം അങ്ങയുടെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ പോയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും നിങ്ങളുടെ വീട് മുഴുവനും കൊടുക്കണമെന്ന് പറയുന്നില്ല, ഈ സമ്പാദിച്ചത് മുഴുവനും കൊടുക്കണമെന്ന് പറയുന്നില്ല. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹു നിനക്ക് തന്നതിൽ നിന്ന് 99% നീ എടുത്തോ. ഒരൽപ്പം ഒരു നല്ല കാര്യത്തിന് വേണ്ടി, ഒരു ചാക്ക് സിമന്റ് വാങ്ങുന്നതിന് വേണ്ടി, അല്ലാഹുവേ ഒരു സെന്റ് വസ്തുവിന് 1 രൂപയെങ്കിലും നിന്നെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ജാരിയായ സദഖയാ, അത് ജാരിയായ സദഖയാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന സമ്പന്നന്മാരോട് അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തവരാണ്. ചോദിച്ചാ കൊടുക്കാൻ മനസ്സുള്ളവരാണ്, ഒരു മടിയുമില്ലാതെ അതിന് തയ്യാറാകുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പലതുള്ളി പെരുവെള്ളമാകാറ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കാൻ കഴിയോ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോ, സ്വർണത്തിന് വല്ലാത്ത വിലയാണ് മോള്. അല്ലാഹുവേ, എന്ന സ്വർണത്തിന് വല്ലാത്ത വിലയാ. സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കൊടുക്കുന്നതിന് പ്രതിഫലം വല്ലാത്ത കൂടുതലാ. നീ ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. ലന്തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഉസ്താദ്, ഇസ്ലാമികപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയല്ലോ ഉസ്താദ്, എന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു മോതിരമുണ്ടല്ലോ, ഒരു വളയുണ്ടല്ലോ, എന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു കമ്മലുണ്ടല്ലോ, ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തരാം ഉസ്താദ്. ആരോടും ഞാൻ പറഞ്ഞു നിർത്തിയിട്ടില്ല. അല്ലാഹുവേ, നിങ്ങൾ തന്നാല് തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. കാരണം സദഖ കൊടുക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ, ഒരിക്കലും നീ കരുതരുത്. നീ മാത്രം വിചാരിച്ചാ പോരാ, നിന്നെ പടച്ച അല്ലാഹു വിചാരിക്കണം. ആ റബ്ബാണ് നിന്റെ മനസ്സിൽ തോന്നൽ തരുന്നത്. എത്രയോ കോടീശ്വരന്മാരുണ്ട്, പക്ഷേ കൊടുക്കാൻ മനസ്സാണ്, കൊടുക്കാൻ മനസ്സാണ്. ഒരുപാട് സ്വർണ്ണാഭരണം പ്രായം ചെന്ന ഉമ്മയുടെ ചെവിയിലും പടച്ചവനെ കിടക്കുന്ന സ്വർണമുണ്ടല്ലോ. 18, 20, 25 വയസ്സുള്ള പെണ്ണല്ല, 50, 60 വയസ്സും കഴിഞ്ഞ് കബറിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഉമ്മ പോലും എന്തിനാ ഉമ്മ സ്വർണത്തിനോട് ഇത്ര ആർത്തി? എന്തിനാ? നിന്റെ ഉമ്മ പോയപ്പോ എന്തുകൊണ്ടുപോയി? നിന്റെ വാപ്പ പോയപ്പോ എന്തുകൊണ്ടുപോയി? ഉമ്മാടെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് നീയല്ലേ നിന്റെ ഉമ്മാടെ ശരീരത്ത് കിടന്ന സ്വർണ്ണാഭരണങ്ങളെ ഊരിയെടുത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്ന് സദഖയുടെ മഹത്വം പറഞ്ഞാ നിങ്ങൾക്ക് തിരിയണമെന്നില്ല. ഇന്ന് സദഖയുടെ മഹത്വം പറഞ്ഞാൽ, സദഖ കൊടുക്കാൻ പറഞ്ഞാ തിരിയുന്നില്ല. എങ്കിലും തിരിയുന്ന ഒരു സമയമുണ്ട്. ലൗലാ അഖർതനീ ഇലാ
അജലിൻ ഖരീബ്. എപ്പോഴാണ് തിരിയുന്നതെന്നറിയോ? അല്ലാഹുവേ, പാപങ്ങൾക്ക് ചോദിച്ചാൽ, തീമീങ്ങൾക്ക് ചോദിച്ചാൽ, രോഗികൾക്ക് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ പള്ളികൾക്കാകട്ടെ മദ്രസകൾക്കാകട്ടെ ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും ഉണ്ടായിട്ടും കൊടുക്കാത്തവനെ, നിനക്ക് തിരിയുവടാ. നിനക്ക് തിരിയുന്ന ഒരു സമയമുണ്ട്. സദഖ കൊടുക്കാൻ നീ കൊതിക്കുന്ന ഒരു സമയമുണ്ട്. തെണ്ടുന്ന ഒരു സമയമുണ്ട്. യാചിക്കും, അല്ലാ എനിക്കൊരവസരം താ അല്ലാ. എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ നിന്റെ ദീനിന് വേണ്ടി കൊടുക്കാ തമ്പുരാര്. എപ്പോഴാണ് യാചിക്കുന്നത്? ഞാനല്ല പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്. ആർക്കും കൊടുക്കാതെ വാരിക്കൂട്ടി വെച്ചിരിക്കുന്ന നിന്റെ സമ്പാദ്യം മുഴുവനും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ അല്ല നിന്റെ മുന്നിൽ കൊണ്ടുവരുമടാ. അമേരിക്കയിലാണ് നീ ഇട്ടിരിക്കുന്നതെങ്കിലും, ഈ ലോകത്തിന്റെ ഏത് മൂലയിലാണ് നിന്റെ സമ്പാദ്യം കിടക്കുന്നതെങ്കിലും, നിന്റെ സർവ്വസമ്പത്തും അല്ലാണ്ട് നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചു തരും. ഈ ബിൽഡിംഗ് കാണുന്നത് പോലെ നിന്റെ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു നിന്റെ വീട് കാണിക്കും, നിന്റെ സ്വർണം കാണിക്കും, നിന്റെ ജാഗ കാണിക്കും, നിന്റെ ബിസിനസ് കാണിക്കും. എല്ലാ നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരുമ്പോ അല്ലാഹുവേ, ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകുകയാ. ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ലല്ലോ, ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ. പടച്ചവനെ, എനിക്ക് ഇതുവരെ ഇത് തിരിഞ്ഞില്ലല്ലോ. കോടീശ്വരനായ എന്റെ വാപ്പാര് 3 കഷ്ടം വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് പള്ളിയുടെ മൂലയിലിരിക്കുന്ന പൊടിയടിച്ച മയ്യത്ത് കട്ടിലിനകത്ത് എടുത്ത് വെച്ചിട്ട് ചുമന്നു പള്ളിയിൽ കൊണ്ടുപോയി പച്ച മണ്ണിലിറക്കി വെച്ചപ്പോ എനിക്കിത് മനസ്സിലായില്ലല്ലോ. എന്റെ ഉമ്മാടെ ശരീരത്ത് കിടന്ന സ്വർണം മുഴുവനും ഊരി മാറ്റിയിട്ട്, ഉമ്മാടെ ശരീരത്ത് കിടന്ന വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഊരി മാറ്റിയിട്ട്, ഉമ്മ നമസ്കരിക്കുമ്പോ ധരിക്കുന്ന വെള്ള പോലെയുള്ള വസ്ത്രം 3 കഷ്ടം കഫൻ തുണിക്കകത്ത് എന്റെ ഉമ്മാനെ പൊതിഞ്ഞു പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയപ്പോ എനിക്ക് തിരിഞ്ഞില്ലല്ലോ. അല്ലാ, ഞാനും ഇതുപോലെ ഒരു ദിവസം പോകേണ്ടവളാണെന്ന് എനിക്ക് ബുദ്ധിയില്ലാതെ പോയല്ലോ, ചിന്തിക്കാൻ കഴിവില്ലാതെ പോയല്ലോ. ഒരുപാട് ഉസ്താദന്മാർ ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നല്ലോ, അപ്പോഴും എന്റെ ബുദ്ധി വർക്ക് ചെയ്തില്ലല്ലോ. അല്ലാ, എനിക്ക് മനസ്സിലായി ഞാൻ ചാകാൻ പോകുകയാണ്. ഈ സമ്പാദിച്ചത് മുഴുവനും ഉപേക്ഷിച്ചിട്ട് പോകണമെന്ന് എനിക്ക് മനസ്സിലായി. പടച്ചവരെ, എല്ലാ നിന്റെ കണ്ണിന്റെ മുന്നിൽ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരും. എന്നിട്ട് നിന്റെ ബാംഗ്ലൂര് കിടക്കുന്ന, സൗദിയിൽ കിടക്കുന്ന, ദുബൈയിൽ കിടക്കുന്ന നിന്റെ എല്ലാ മക്കളെയും സ്ക്രീനിലേക്ക് അല്ലാഹു കൊണ്ടുവരികയാ. 101 പവനും കാറും കൊടുത്ത് കെട്ടിച്ചു വിട്ട നിന്റെ പൊന്നുമോളുണ്ടല്ലോ, അല്ലാഹുവേ, എല്ലാത്തിനെയും നിന്റെ കണ്ണിന്റെ മുന്നിൽ മലക്കുകൾ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി, മക്കൾക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചു. എന്തൊരു സ്നേഹവാ. നിന്റെ മക്കളെ മുഴുവനും കണ്ണിന്റെ മുന്നിൽ അല്ലാഹു ഇങ്ങനെ കാണിച്ചു തരും. നീ ചോദിക്കും, മോനെ, വാപ്പ പോകുകയാടാ, വാപ്പ മരിക്കാൻ പോകുകയാ, നിന്റെ ഉമ്മ പോകുകയാ, മോനെ, എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഉമ്മ മരിച്ചാൽ എന്ത് ചെയ്യും? ഉപ്പ മരിച്ചാൽ എന്ത് ചെയ്യും? നിന്റെ പൊന്നു മക്കളും പറയും, വാപ്പാ 3 കഷ്ടം തുണി വാങ്ങി നിങ്ങളെ പൊതിയാ. ഞങ്ങളെ ചെയ്യുന്ന കാര്യം എന്തെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് നിന്റെ കണ്ണുകൊണ്ട് കാണും മോനെ. നിന്റെ മക്കള് പറയുന്നത് നീ കേൾക്കും. നിന്റെ മക്കള് പറയും, ഉമ്മാ ഉമ്മാ 3 കഷ്ടം തുണി മേടിച്ചിട്ട് നിങ്ങളെ പൊതിയും, പള്ളിപ്പറമ്പിലൊരു കുഴി എടുത്തിട്ട് തന്നിട്ട് കുഴിച്ചിടാ. ഇതല്ലാതെ നിങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. ഇത് പറയുമ്പോ ഉള്ള ഒരു വേദനയുണ്ടല്ലോ, ഇത് പറയുമ്പോ പടച്ചവരെ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. അല്ലാ, എന്റെ സമ്പാദ്യവും പോയി, എന്റെതെന്ന് കരുതിയ മക്കളും പോയി, ഇവന്മാരെന്റെ കടം പോലും വീട്ടില്ലല്ലോ. അല്ലാ, 1 രൂപ പോലും എനിക്ക് വേണ്ടി സദഖ കൊടുക്കില്ലല്ലോ. അല്ലാ, ഈ ജീവിതം വേസ്റ്റ് ആയി പോയല്ലോ. ഖസ്റത് ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ. അല്ലാ, ഇങ്ങനെ കടന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് മലക്കുൽ മൗത്ത് അസ്റായീൽ. കിടന്ന് മൂത്രമൊഴിക്കും വാപ്പാ.
കിടന്നിട്ട് നീ അവിടെ കിടന്ന് മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യും. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. മൃഗങ്ങള് കിടന്ന് വലിക്കുന്നത് പോലെ വലിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ചിലരൊക്കെ മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ മൃഗങ്ങള് കിടന്ന് മുക്കറയിടുന്നത് പോലെ വലിച്ചിട്ട് മരിക്കുകയാ. മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോ മൂത്രവും കാഷ്ടവും തുണിയിലുണ്ട്. അല്ലാഹുവേ കണ്ണ് തള്ളി മുഖമെല്ലാം കറുത്തു പേടിച്ച് വിറച്ച് മരിച്ചു കിടക്കുന്ന രംഗം. എങ്ങനെ മരിക്കാതിരിക്കും വാപ്പാ? എങ്ങനെ മരിക്കാതിരിക്കും ചെറുപ്പക്കാരാ? ഈ മലക്കുൽ മൗത്ത് നിന്റെ മുന്നിൽ വരുന്ന സമയത്ത് തെണ്ടുന്നത് എന്തിനെന്നറിയോ? നീ എന്തേ ചോദിക്കുന്നത്? അല്ലാഹുവേ നിസ്കരിക്കാൻ അവസരം താ എന്നല്ല. അല്ലാഹുവേ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുവിന്റെ ഖുർആനാ സിറാജ് പറഞ്ഞതല്ല, പരിശുദ്ധമായ ഖുർആൻ എടുക്ക്. ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക സദഖ ചെയ്യാൻ ഒരവസരം താ അല്ലാഹ് എന്ന് നീ കടന്ന് തെണ്ടുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാറുള്ളത്, സിറാജിന്റെ വാപ്പ പള്ളിപ്പറമ്പിലാ പോയപ്പോ കൊണ്ടുപോയത് ഞങ്ങള് വാങ്ങിക്കൊടുത്ത 3 കഷ്ടം വെള്ള തുണിയാടാ മോനെ. കഫാ ബിൽ മൗതി വായിലാ. അതിനേക്കാളും ഒരു ഉപദേശം എനിക്കില്ല, അതിനേക്കാളും ഒരു ഉപദേശം എനിക്കില്ല. എന്റെ വാപ്പാനെ കൊണ്ട് കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ഉപ്പാടെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ട് വാരിയിട്ടപ്പോ അതിനേക്കാളും വലിയ ഒരു ഉപദേശം തരാൻ ഈ ലോകത്താരെ കൊണ്ടും കഴിയില്ലല്ലോ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ നന്നാകാൻ ഒരു ഉപദേശം താ നബിയേ, നന്നാകാൻ ഒരു ഉപദേശം താ നബിയേ. എല്ലാരും ചോദിക്കുമല്ലോ, ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ ഉസ്താദേ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ നന്നാകാൻ ഒരു ഉപദേശം തരുവോ? മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? യാ അബൂദർ സനിൽ ഖുബൂർ, പള്ളിപ്പറമ്പിലേക്ക് ഒന്ന് പോയി നോക്ക് അബൂദറേ. മുത്തുനബി പറഞ്ഞതാ, ചെറുപ്പക്കാരാ നന്നാകണോടാ പൊന്നുമോനെ, നന്നാകണോടാ പൊന്നുമോനെ, പള്ളിപ്പറമ്പിലേക്കൊന്ന് പോയി നോക്കടാ. ഈ നാടിനെ വിറപ്പിച്ച എത്രയോ മഹാന്മാരവിടെ കിടപ്പുണ്ട്. എല്ലാം തന്റെ കാൽ കീഴിലാണെന്ന ചിന്തയോടെ നടന്നവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടവന്റെ നെഞ്ചത്തൊരു ചെടി ഇങ്ങനെ കിളിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മോനെ പള്ളിക്കാട്ടിലേക്കൊന്ന് കടന്നു പോകൂ. മരിച്ച വീട്ടിൽ പോയാ മയ്യത്ത് കുളിപ്പിക്കാ കൂടണേ. ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത്, മരണ വീട്ടിൽ ചെന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാനെടുക്കുന്ന സമയത്ത് നീയാ കുളിപ്പിക്കുന്ന സ്ഥലത്തൊന്ന് കേറണേ. അനങ്ങാതെ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, തണുത്തു വിറങ്ങലിച്ച് കിടക്കുന്ന ശരീരം തരുന്ന ഉപദേശത്തിനേക്കാൾ നിനക്ക് തരാൻ വേറെ ഒരു ഉപദേശമില്ല മനുഷ്യ. അതുകൊണ്ട് നിന്റെ കുടുംബത്തിലും നിന്റെ പരിസരത്തും എത്രയോ സമ്പന്നന്മാര് മരിച്ചു, പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ. അതുകൊണ്ട് സിറാജ് നിർത്തുകയാ. 170 കോടി നന്മ ലഭിക്കുന്ന ഒരു ദുആ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ തീരുമാനിക്കൂ. ഉസ്താദേ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ കൊടുക്കാ. ഈ പാവങ്ങൾ അന്യനാട്ടിൽ കിടന്നിട്ട് എന്ത് ചൂടെന്നറിയോ? കഴിഞ്ഞ മാസം ഞാൻ ഈ മംഗലാപുരത്തെ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ദുബൈയിലേക്ക് പോയപ്പോ പടച്ചവനെ 42 ഡിഗ്രിയാണ് ചൂട്. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല.
ഇതൊരു ചൂടെന്നറിയോ? അല്ലാഹുവേ, സഹിക്കാൻ കഴിയാത്ത ചൂട്. ആ ചൂടത്താണ് റബ്ബേ എത്രയോ പാവങ്ങൾ അവിടെ കിടന്ന് ജോലി ചെയ്യുന്നത്. പടച്ചവനെ, ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്നവരുണ്ട്, വണ്ടിയിൽ എസിക്കകത്തിരുന്നിട്ട് പോലും ചൂട് സഹിക്കാൻ കഴിയാതിരിക്കുമ്പോ അല്ലാ, ആ ഹൈവേയുടെ സെന്ററിലെ ചെടികൾ മുറിക്കുന്ന എത്രയോ പാവങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴും അല്ലാഹുവേ, നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവരവിടെ മട്ടൻ മന്തിയല്ല തിന്നുന്നത്, കുബൂസും വെള്ളവും കുടിച്ചിട്ട് തന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോ അല്ലാഹുവേ, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, പെൺമക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടി, എന്ത് നല്ല കാര്യത്തിന് വേണ്ടി ചോദിച്ചാൽ തരാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അല്ലാഹുവേ, നീ അവർക്ക് ഈമാൻ നിലനിർത്തി കൊടുക്കണേ അല്ലാ. പ്രവാസികളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. അവർക്ക് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ, ജിഹാദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ പ്രവാസ ജീവിതത്തിന്റെ ഇടയിൽ ഈ പാവങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ തോന്നിയല്ലോ. അവരുടെ മക്കളെ പഠിപ്പിക്കാനല്ലല്ലോ. അല്ലാഹുവേ, വളർന്നു വരുന്ന യുവതലമുറകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ല നിങ്ങൾക്ക് തരുന്ന ഒറ്റ ഒരു പ്രതിഫലമേ ഉള്ളൂ. ഒരേ ഒരു പ്രതിഫലം പറയാ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം തരാമെന്ന് അല്ലാഹ് പറയുന്നുണ്ട്, സ്വർഗം തരാമെന്ന് അല്ലാഹ് പറയുന്നുണ്ട്. ആർക്കാ വേണ്ടത്? ആർക്കാ വേണ്ടത്? മോനെ, സ്വർഗം വേണോടാ. നാളെ അവിടെ പോയി നിന്ന് തെണ്ടിയിട്ട് കാര്യമില്ല. ഇന്നിവിടെ ഇരുന്നിട്ട് വാങ്ങൂ, ഇന്നിവിടെ ഇരുന്നിട്ട് സ്വർഗത്തിലൊരു പാസ് ഉണ്ടാക്കൂ, ആ സ്വർഗത്തിലൊരു ഇടം തേടൂ. അല്ലാഹുവേ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ, താരാട്ട് പാടാറ് തൊഴിമാറ് പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ, വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാമഞ്ഞാനേ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാരേ. ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പാസ് അല്ലാഹുവിന്റെ കയ്യിലാണ്, അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുകയാ, റസൂൽ അവിടെന്ന് പറഞ്ഞില്ലോ, ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാഹ്. അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കാൻ അവസരമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ തീരുമാനിക്കൂ, ഇതിനകത്തിരിക്കുന്നവർ തീരുമാനിക്കൂ. മരിക്കുന്ന സമയത്ത് എനിക്ക് സ്വർഗം കണ്ടിട്ട് പോകണം ഉസ്താദ്. ഞാൻ അതിനു വേണ്ടിയാ ജീവിക്കുന്നത്, ഞാൻ അതിനു വേണ്ടിയാ ജീവിക്കുന്നത്. എന്റെ കയ്യിലുള്ളതിൽ നിന്നൊരൽപ്പം ഞാൻ തരാ. സംഘാടകർ സഹോദരിമാരുടെ ഭാഗത്തേക്ക് കടന്നു പോ. എന്തിനാ പെങ്ങളോ, എന്തിനാ പെങ്ങളോ? മരണത്തിന്റെ വേദന നിനക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയാണ്. അതുകൊണ്ട് പടച്ചവരേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയുമെങ്കിലും കൊടുത്തോ. നിന്റെ ഈമാൻ ഉറയ്ക്കുമടാ ചെറുപ്പക്കാരാ. ഒരു ശക്തികൾ തകർക്കാൻ കഴിയാത്ത ഈമാൻ അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് ലക്ഷങ്ങൾ തരാൻ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ തന്നെ കൊടുക്ക്. അല്ലാഹു നിങ്ങളുടെ മനസ്സിൽ അതിനുള്ള തോന്നൽ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ബിസ്മില്ലാ. എല്ലാവരും ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് എഴുന്നേറ്റ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന്.
വാ ഇൻഷാ അല്ലാഹ്. അല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അൽഹംദുലില്ലാ അദ്ദേഹം 5 സെന്റ് അൽഹംദുലില്ലാ അദ്ദേഹം വാങ്ങിക്കൊടുക്കാൻ നിയത്ത് ചെയ്തിട്ടുണ്ട്. കുലൂ തക്ബീർ. അല്ലാഹു അദ്ദേഹത്തിന്റെ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗം കണ്ടു മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ആരാ ഉള്ളത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇൻഷാ അല്ലാഹ്. ഇനി ആരാ ഉള്ളത്? അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ നമ്മുടെ നേരത്തെ വന്നിട്ട് നമ്മുടെ ചങ്ങാതി അൽഹംദുലില്ലാ ആ സഹോദരൻ ഷാഫി എന്ന് പറയുന്ന സഹോദരൻ നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരനാ. അദ്ദേഹം അൽഹംദുലില്ലാ 50,000 രൂപ ഇൻഷാ അല്ലാഹ് ഈ വസ്തു വാങ്ങുന്നതിലേക്ക് സദഖ ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു ഷാഫി അല്ലേ തന്ന 50,000 രൂപ ഷാഫിയോട് പറയണം. 66,666 രൂപ ഷരീഫൊക്കെ പറഞ്ഞേക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാം 6 ആക്കിക്കൊള്ളാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിത മാർഗത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ആരെങ്കിലും? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹൈദരലി എന്ന് പറയുന്ന സഹോദരൻ 1 സെന്റിന് 40,000 രൂപ വില. 1 സെന്റിന് 40,000 രൂപ വില അല്ലാഹു തന്നതിൽ നിന്ന് അൽഹംദുലില്ലാ അല്ലാഹു ആ സഹോദരന്റെ സദഖ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, തന്റെ ചെവിയിൽ കിടന്ന ഒരു ജോഡി കമ്മലൂരി തന്നിരിക്കുകയാണ് റബ്ബേ. നിന്നെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടാറുള്ള കൊതി കൊണ്ടാണ് ആ പൊന്നുമോളെ കൈവിടല്ലേ അല്ലാ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം കൊടുക്കണേ അല്ലാ. ആ പൊന്നുമോൾക്ക് ജന്മം കൊടുത്ത വാപ്പയ്ക്കും ഉമ്മയ്ക്കും പടച്ചവനെ നീ സ്വർഗം കൊടുക്കണേ തമ്പുരാന്. മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകളാക്കണേ അല്ലാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രതിഫലം ആ പൊന്നു പെങ്ങൾക്ക് നീ കൊടുക്കണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അൽഹംദുലില്ലാ. അപ്പോൾ ഒരു ജോഡി കമ്മൽ നൗഫൽ അഡ്ഡൂർ അൽഹംദുലില്ലാ തന്റെ പൊന്നുമകൻ ഹാഫിളാകാൻ 51 ചാക്ക് സിമന്റ്. കുലൂ തക്ബീറ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി എഴുതിയ ഒരു യാസീൻ കാണാം. عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ ചെയ്യാം പറ. ദുആ ചെയ്യാം. കാല് കിടക്കണ ഇരുന്നോളി. കാല് കിടക്കണവരുണ്ടെങ്കിൽ കസേര ഇൻഷാ അല്ലാഹ് ഇരുന്നോളി. മകൾ ഹാഫിളാകാൻ റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമർ റഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ് ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകൾ ന്യൂനതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കണേ പടച്ചവൻ. അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റബ്ബേ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് റഹ്മാനെ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ലാ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ അല്ലാ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോൾ സർവ്വ പാപങ്ങളും പൊറുത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. ഈ പോകുന്ന വഴിയിലെങ്ങും മരിച്ചാൽ നീ സ്വർഗം തരണേ തമ്പുരാനെ.
അള്ളാഹുവെ പടച്ചോനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താ, നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ റബ്ബേ, സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ റബ്ബേ, സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാ റബ്ബേ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ, ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ പടച്ചവനെ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. അല്ലാഹുവേ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. സർവ്വതും സമ്പാദിച്ച് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ റബ്ബേ. ഭാര്യയും മക്കളും ബന്ധുക്കളും കൂടപ്പുറപ്പുകളും കുടുംബക്കാരും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെയാക്കല്ല പടച്ചവനെ, ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ, ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ ഞങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, അല്ലാഹുവേ എപ്പോ എവിടെ വെച്ച് മരിച്ചാൽ ഈമാനോട് കൂടിയുള്ള മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ ഈ 1 മണി കഴിഞ്ഞിട്ടും ഇവിടെ നിന്ന് എന്റെ ഉപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. നന്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന മക്കളാക്കണേ അല്ലാ. എല്ലാവർക്കും നല്ല ജീവിതം നൽകണേ അല്ലാ. എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ല റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഇതിന്റെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. ജീവിതത്തിന്റെ നെട്ടോട്ടത്തിന്റെ ഇടവിൽ ഒരുപാട് നന്മ ചെയ്യാൻ മനസ്സ് കാണിച്ച മക്കളാ അല്ലാ. ആര് സഹായിച്ചില്ലെങ്കിലും നീ സഹായിക്കണേ അല്ലാ. അവരെ കടക്കാരാക്കല്ലേ അല്ലാ, അവരെ കടക്കാരാക്കല്ലേ അല്ലാ. അവരുടെ ലക്ഷ്യം നീ വിജയിപ്പിക്കണേ അല്ലാ. അതിനെ സഹായിക്കാനുള്ളവരെ നീ തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ അവർക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. അല്ലാഹുവേ വാപ്പ സുഖമില്ലാതെ കിടക്കുന്ന റബ്ബേ നീ ശിഫ കൊടുക്കണേ തമ്പുരാൻ. അല്ലാഹുവേ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകന്മാർ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവിധ അവരുടെ ദഅവത്ത് നീ സ്വീകരിക്കണേ അല്ലാ. അവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് നീ സ്വർഗ്ഗത്തിന് ഭക്ഷണം കൊടുക്കണേ. ഹൗലുൽ കൗസർ കൊടുക്കണേ അല്ലാ. ഹൗലുൽ കൗസർ കൊടുക്കണേ അല്ലാ. ആ സഹോദരന്റെ മുഖത്തെ സന്തോഷം നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ എന്റെ കൂടെ വന്ന സലീം എന്ന സഹോദരന്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. പടച്ചവനെ കൂടപ്പറപ്പിന്റെ വിവാഹം നീ ഖൈറിലാക്കണേ അല്ലാ. മഹ്മൂദ് ഇക്കയുടെ രോഗം മുഴുവനും ശിഫയാക്കണേ പടച്ചവനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാനെ. സാലിം എന്ന കൂട്ടുകാരൻ അനുഗ്രഹിക്കണേ അല്ലാ. അവന്റെ കൂടപ്പറപ്പിന്റെ പടച്ചവനെ കുഞ്ഞു റബ്ബേ നീ ശിഫ കൊടുക്കല്ലാ. പടച്ചവനെ പ്രയാസം മുഴുവനും മാറ്റി കൊടുക്ക റബ്ബേ. സുൽഫി എന്ന കൂട്ടുകാരനെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അവന്റെ പ്രയാസങ്ങൾ മാറ്റണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ വിവാഹം കഴിഞ്ഞു വർഷങ്ങളായി കുഞ്ഞു കാത്തിരിക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ആ കുടുംബത്തോട് നീ കരുണ കാണിക്കല്ലാ. ഈ ലോകത്ത് നീ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു അവരുടെ ബർക്കത്ത് കൊണ്ട് നീ സാരിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മുനീർ എന്ന സഹോദരൻ റബ്ബേ തന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ പടച്ചവനെ. അല്ലാഹുവിടുത്തെ സഹോദരിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മരണപ്പെട്ട ഉപ്പയുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ സുമ്മ സുഖമില്ലാതെ വീടിന്റെ അകത്ത് കിടന്ന് വേദനിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്ത ഒരു പൊന്നുമോൻ അല്ലാഹ് ഉമ്മയ്ക്ക് നീ ശിഫ കൊടുക്ക് റബ്ബേ. സമാധാനം കൊടുക്ക് റബ്ബേ. ആ കുടുംബത്തിന് സന്തോഷം കൊടുക്ക് റബ്ബേ. പടച്ചവനെ ഈ മംഗലാപുരത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് കിലോമീറ്ററുകൾ താണ്ടി വന്ന എന്റെ കൂട്ടുകാരുണ്ട് റബ്ബേ. എന്റെ കൂടപ്പുറപ്പുകളുണ്ട് റബ്ബേ. ഞങ്ങളെ സ്വർഗ്ഗത്തിലും നീ കൂട്ടുകാരാക്കണേ അല്ലാ. സ്വർഗ്ഗത്തിലും നീ ഒരുമിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ ഷാഫി ഉൾപ്പെടെ എന്റെ കൂട്ടുകാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്കെല്ലാവർക്കും നീ ഹിദായത്തും ഈമാനും കൊടുക്കണേ പടച്ചവനെ. റബ്ബേ നല്ലത് ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഷരീഫ് എന്ന എന്റെ കൂട്ടുകാരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്റെ ഭാര്യയുടെ മാതാപിതാക്കളും മരണപ്പെട്ട് ഈ നാട്ടിലെ ഖബറിൽ അവർക്ക് നീ മഗ്ഫിറത്ത്
മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാൻ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ ഈ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെ അപകട